Here, right, your left side. സാർ ഇങ്ങനെ ഒരു സിനിമ അതായത് നോർമലി താങ്കളുടെ എല്ലാ ചിത്രങ്ങളും കുറച്ചുകൂടെ വൈബ്രന്റ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും അതിനകത്തൊരു എന്താ പറയുക വയലൻസ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എതിരെയായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു കാണിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. താങ്കളുടെ ഫിലിമുകളിൽ എപ്പോഴും അങ്ങനെ ഒരു ഇത് കാണാറുണ്ട്. അപ്പൊ അനന്തങ്കാട് ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മനുഷ്യരുടെ വയലൻസ് ആണോ അതോ സൊസൈറ്റിയോടുള്ള അതിന്റെ മനോഭാവമാണോ? എന്താണ് അനന്തങ്കാട് പ്രശ്നം നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വന്യതയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു ജംഗിളാണ് എപ്പോഴും. പക്ഷെ ഇഫ് വി സ്ക്രാച്ച് ദ സർഫസ് ദാറ്റ് ജംഗിൾ വിൽ എമർജ്. അപ്പൊ അതാണ് അനന്തങ്കാട്. അതുകൊണ്ടാണ് ഒരു നഗരത്തിന്റെ പുരാതനമായ ഒരു പേര് ഇതിനിട്ടിരിക്കുന്നത് തന്നെ. അതിനെയാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഇപ്പൊ ഇറക്കുക എന്ന് പറയുന്നത് ഒരു സെൻസർ ബോർഡുകൾ കടപ്പ കടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ലേ ഇപ്പം. ഇപ്പൊ താങ്കളുടെ സിനിമകളിൽ നോക്കുമ്പോൾ എപ്പോഴും അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പം ശരിക്കും പറയാ നമ്മുടെ സെൻസർ ബോർഡിൽ ഇപ്പം പല നിയമങ്ങളും മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ കല എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഒരു കലാകാരൻ എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും അതൊക്കെ ഒരു മാറുന്ന സമയം കഴിയില്ലേ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു സിനിമ ഇപ്പൊ മലയാള സിനിമ പല ജോണേഴ്സിൽ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്തോണ്ട് കുറച്ചുകൂടെ റിയാലിറ്റിയിൽ ആളുകൾക്ക് ലോജിക്കലി ചിന്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന സിനിമ അല്ലെങ്കിൽ ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു സീൻ കട്ടായാലും എവിടെയെങ്കിലും അതിന്റെ കണക്ഷൻ മിസ്സാകുന്നുണ്ടെങ്കിൽ ഇന്നതുകൊണ്ടല്ല, ലാഗായി ഒരു എന്റർടൈൻമെന്റ് ആസ്വാദനം എന്നുള്ള എലമെന്റ് മിസ്സായി, കൂടുതൽ ടെക്നിക്കലി അല്ലെങ്കിൽ എന്താ പറയാ ആ സിനിമയിലേക്ക് ഇൻവോൾവ് ആവാതെ കൂടുതൽ ആക്ടേഴ്സിലേക്ക് പ്രേക്ഷകർ ഇൻവോൾവ് ആവുന്ന എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാറിനെ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തികളെ കഥാപാത്രങ്ങളല്ല വ്യക്തികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട്? ഒരുപാട് വേർഡ്സ് ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിരൂപകർ പറയാറുണ്ട്. അപ്പൊ അത് അവരുടെ അഭിപ്രായം എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഒരു ജനാധിപത്യ രാജ്യമായിടത്തോളം കാലം അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ സിനിമ ചെയ്യാനുള്ള അവകാശം. ഡയറക്ടറോടാണ് ഇങ്ങനൊരു ചിത്രം ചെയ്യുന്ന സമയത്ത് ഇത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു സിനിമ നമുക്ക് മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എത്രത്തോളം ടഫായിരുന്നു നമ്മൾ ചിത്രീകരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂവിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനുണ്ട്, എത്രത്തോളം ടഫായിരുന്നത്? ഈ സിനിമ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, നമുക്ക് സ്ക്രിപ്റ്റ് ആവുമ്പോഴും ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഇത്രയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ടഫ്നെസ് ഉണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഒരുപാട് സീക്വൻസുകൾ, ഇപ്പം കുറേ സീക്വൻസുകളുണ്ട്, കുറച്ച് വലിയ സീക്വൻസുകളുണ്ട്. അത് ഷൂട്ടിങ്ങിന്റെ ഇതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസേൺസ് എപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ടെക്നീഷ്യൻ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ടെൻഷൻ എടുത്താലും ഇതൊന്നും സ്ക്രീനിൽ വരില്ല. അപ്പൊ അത് സ്ക്രീനിന്റെ മുന്നേ വരുന്ന ആളുകൾക്ക് ആക്ഷൻ ആയാലും കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ എപ്പോഴും ഒരു വലിയ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ സ്ട്രെയിനും ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ ഒരു സീൻ അങ്ങനെ അങ്ങനെ ടഫായി തോന്നിയതായിട്ടില്ല, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കുറെ സീൻസുകൾ, അത്രയേ ഉള്ളൂ. ഇല്ലാതെ അതൊരു ടഫ് എന്ന് പറയാൻ പറ്റില്ല. സാർ, ഇപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് ഹീറോ ഫുൾ ത്രൂ ഔട്ട് ഹീറോ ആയിട്ട് ചെയ്യുന്ന ചിത്രം എന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് കഥകൾ വന്നിട്ടുണ്ടാവും മലയാളത്തിൽ, സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പടം ചെയ്യണം, നല്ലൊരു ബാനറിൽ നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കറക്റ്റായ സ്ക്രിപ്റ്റും കറക്റ്റായ പ്രൊഡ്യൂസർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇത് തമിഴിൽ കുറെ പടങ്ങൾ ചെയ്യുന്ന ആ ബിസിയിൽ അങ്ങനെ പോയി. പക്ഷെ ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഒരു മലയാളി ആയെങ്കിലും എൻ്റെ ലേബിൾ എന്ന് വെച്ചാൽ ഒരു തമിഴ് ആക്ടറാണ്. സോ ഞാൻ മലയാളത്തിലേക്ക് വരുമ്പോഴും എന്നെ ഒരു തമിഴ് ആക്ടറായിട്ടാണ് കാണുന്നത്. സോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പോസ്റ്റർ കാണുമ്പോൾ വെച്ചാൽ എല്ലാവരും മലയാളം ആക്ടേഴ്സാണ്, ഞാൻ മാത്രമാണ് തമിഴ് ആക്ടർ. അപ്പോൾ പോസ്റ്റർ കണ്ടിട്ട് അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ, ഇത് തമിഴ് പടം ഡബിങ് ആണോ? സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു മലയാള പടം ചെയ്യുമ്പോൾ
വാട്ട് ഐ തോട്ട് ഈ ക്യാരക്ടറിനെ തമിഴായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തമിഴ് ഗൈ കമ്മിങ് ടു ട്രിവാൻഡ്രം. അത് സോ ഐ തോട്ട് മേ ബി ഞാൻ ഒരു ഫസ്റ്റ് മലയാളം പടം ചെയ്യുമ്പോൾ അതിൽ തമിഴ് നാച്ചുറലായിട്ട് സംസാരിക്കുമ്പോൾ മോർ അക്സെപ്റ്റൻസ് ബി ദർ. ഞാൻ വന്നിട്ട് മലയാളത്തിൽ പെട്ടെന്ന് പഞ്ച് ഡയലോഗെല്ലാം പറഞ്ഞാൽ മേ ബി ഓഡിയൻസ് കുറച്ച് എവേ ആയി ഫീൽ ആവുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ പടങ്ങൾ ഞാൻ തമിഴിൽ അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സഡൻലി ഒരു വലിയൊരു ചേഞ്ച് വരുമോ അങ്ങനെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബട്ട് ഇത് ഒരു ഓർഗാനിക് ആയിട്ട് ഈ സ്ക്രിപ്റ്റ് വന്നു. സോ അത് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റി. മുരളി സാറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റിൽ ഒരു സ്ക്രിപ്റ്റാണ്, ഒരു വാസ്റ്റ് സ്കെയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. സോ ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് ജയകൃഷ്ണകുമാർ സാർക്ക് താങ്ക് യു. ബിക്കോസ് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതാണ് മെയിൻ തിങ്. സോ ഹീസ് ഡൺ ഇറ്റ്. സോ വെരി ഹാപ്പി ഈ പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ വെരി ഹാപ്പി. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. നമ്മൾ തമിഴ് സിനിമകളിൽ ഒരുപാട് ഇതേപോലത്തെ കഥാപാത്രം നമ്മൾ റിലേറ്റബിൾ ആണ്. ഒരു നാട് ആവശ്യപ്പെടുന്നു, ഒരു മെജോറിറ്റി മൈനോറിറ്റിയെ സപ്രസ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഹീറോ വരുന്നു, ആ പിന്നീട് ഉണ്ടാകുന്ന സീൻസുകളൊക്കെ. അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് തങ്ങളുടെ ഒരു ഡെബ്യൂ എന്ന ലെവലിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് വെട്രി എന്ന കഥാപാത്രം എന്താ പറയുക അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തപ്പെടുത്തുന്നത്? വ്യത്യാസപ്പെടുന്ന വെച്ചാല് ഈ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ മാത്രമാണ്. ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഇതിന്റെ ഷെയ്ഡുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു ചോദിച്ചാൽ മേ ബി ഒരു 20% 30% ഷെയ്ഡുള്ള ക്യാരക്ടർ. ബട്ട് ഈ ക്യാരക്ടറിലെ ഒരു ഇന്റൻസിറ്റി, ഈ ക്യാരക്ടറിലെ ഒരു അവന്റെ ഒരു ബാക്ക് സ്റ്റോറി, അവന്റെ ഒരു കമ്മിറ്റ്മെന്റ്, അവന്റെ ഒരു പെയിൻ, ആ പെയിൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ചെയ്ത തമിഴ് പടങ്ങളിൽ ആ ഇതില്ല. സോ ആൻഡ് നാച്ചുറലി ഈ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് കൂടെ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം അവരുടെ ലൈഫ് എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് മറ്റുള്ളവരെ സപ്രസ് ചെയ്യുന്ന ഒരു വില്ലനെ അടിച്ച് താത്തുന്നു അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇറ്റ്സ് വെരി ഒരു വേൾഡ്, ആ ടൈമിൽ ഉണ്ടായ ട്രിവാൻഡ്രത്തിലുള്ള ഒരു വേൾഡാണ് മുരളി സാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. സോ ആ വേൾഡിലുള്ള ക്യാരക്ടേഴ്സ് ആൻഡ് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സോടെ ഇമോഷൻസ് ആണ് ഈ പടം. സോ വെരി എക്സൈറ്റിംഗ്. തമിഴിൽ കറപ്പുന്ന സിനിമ ഇറങ്ങി വലിയൊരു ഹിറ്റായിട്ട് ഒരു ഇന്ദ്രൻസ് എന്ന ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ 19-ാം തീയതി പുതിയ ചിന്ന ആസ വരുന്നു, 25-ാം തീയതി അനന്തൻകാട് വരുന്നു. അപ്പോൾ ഓരോ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ആളുകൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ദ്രൻസിനെ പറ്റുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പം അനന്തൻകാടിലെ കഥാപാത്രങ്ങൾ ഇവര് പറഞ്ഞാണ് ചേട്ടന്റെ കഥാപാത്രം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടൊരു കഥാപാത്രമാണ്, ഇതുവരെ കാണാത്തൊരു കഥാപാത്രമായിരിക്കും. എങ്ങനെയാണ് അനന്തൻകാട് ശരിക്കും? എനിക്കൊന്നും ഇതുപോലെ ഭാഗ്യത്തിന് ഇങ്ങനെ മുരളി സാറിനെ പോലെയൊക്കെയുള്ള ബന്ധമുണ്ടല്ലോ. സാറിൻ്റെയൊക്കെ ഒരു കഥാപാത്രം എത്ര ചെറുതായാലും അതങ്ങനെ ജീവൻ തുടിച്ച് നിൽക്കും. അപ്പം പെട്ടെന്ന് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിനോട് അഭിനയിക്കുകയും അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങളിലൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നെ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ പിന്നെ പറയും ഒരു വലിയ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു വലിയ സാധനം നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യുന്നത് അനന്തൻകാട്. അത് 2 വർഷത്തോളമായി നമുക്ക് അത്രയും സമയമെടുത്ത് അത്രയും ദിവസം നിന്ന് ചെയ്തതിൻ്റെ ഒരു ഫലം പടത്തിലുണ്ടാവും. അത്രയും കരുത്തുള്ള ഒരു എന്തോ പറയും ജീവൻ പുറമെ പുറമെയുള്ള കാഴ്ചയിലില്ലെങ്കിലും അകത്തത് നിറച്ച് തന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യം പോലെ കരുതുന്നു. അതുപോലെ കറുപ്പും ഒക്കെ എങ്ങനെയോ വന്നു ഭവിക്കുന്നതാണ്. എനിക്ക് അതിൻ്റെ ഡയറക്ടറൊക്കെ വിളിക്കുമ്പോഴും മലയാളം വിട്ടുപോകാൻ തമിഴ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നതാണ്. പക്ഷെ ഒരു മലയാളി ക്യാരക്ടറാണ്. അത് മലയാളിക്ക് വന്ന് പറയാൻ പറ്റുന്ന തമിഴ് മതി എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും ഒരു സ്നേഹവും സഹായവും കൊണ്ടൊക്കെയാണ് നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമുണ്ട്. ഇതിലെ കഥാപാത്രം വളരെ ട്രെയിലർ കണ്ടപ്പോൾ
ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടൊരു കഥാപാത്രമാണ്. വുമൺ ഇൻ സിനിമ നോർമൽ കരയാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില പബ്ലിക് ഷോർട്സിനും മാത്രമല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമാണ് മലയാളം സിനിമയിൽ ശരിക്കും. ഇപ്പം ഈ കഥാപാത്രം കണ്ടു കഴിയുമ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രമായി ഫീൽ ചെയ്തു. ശരിക്കും എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഈ കഥാപാത്രത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആസ് യു സേ, ഇന്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. വലിയ ഒരു ലേറ്റ് 80s 90s ഏർലി 90s സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആയത് കാരണം അപ്പോഴത്തെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവന്റ്സിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷെ സാധാരണക്കാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്ക് തന്നെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതില് ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെന്റ് ആണ് കാർത്തിയുടെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളിൽ പ്ലേ ചെയ്യാൻ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവും. When the opportunity came to me, I jumped at it. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറും സ്ക്രീൻ സ്പേസ് എത്രയാണെങ്കിലും എല്ലാ ക്യാരക്ടറിനും ഒരു ഫുൾ ലൈഫ് ഉണ്ടാവും മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന്. അപ്പം കൃഷ്ണകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാരക്ടർ എത്ര നേരം സ്ക്രീനിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ ക്യാരക്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആസ് എൻ ആക്ടർ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. അപ്പൊ നമ്മൾ അധികം നേരം സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു റൈറ്ററും ഡയറക്ടറും എൻ്റെ അടുത്ത് ഇടപഴകിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ക്രിയേറ്റീവ്ലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു പടത്തില് കുറെ നല്ല ആക്ടേഴ്സിന്റെ കൂടെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ഫാന്റസീസ് പോലും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റുകൾ മലയാളികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് തന്ന ഒരാളാണ് തന്നെ. മുരളിച്ചേട്ടൻ പറഞ്ഞാൽ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, പ്രേക്ഷകരിലേക്ക് സൊസൈറ്റി നടക്കുന്ന കഥാപാത്രങ്ങൾ പോലും അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ പോലും ഒക്കെ ആയിട്ട് റിയാലിറ്റിയിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു റൈറ്റാണ്. രണ്ടുപേരുടെ കോമ്പോയിൽ ഒരു ചിത്രം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആക്ച്വലി എനിക്ക് അനന്തങ്കാടിന്റെ എക്സൈറ്റ്മെന്റ് ആസ് എൻ ആക്ടർ. കാരണം ഐ തിങ്ക് ആക്ടിങ് ഇസ് എ സ്പേസ് ദാറ്റ് ഇസ് ഓൾ മൈ ഓൺ. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഡൊമിനിക്കിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഐ സീ ഡൊമിനിക് ആസ് എ മെന്റർ ബിക്കോസ് ഡൊമിനിക് എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ എഴുത്തിന്റെ കാര്യം വരുമ്പോൾ ഐ എം സ്റ്റിൽ എ ബേബി എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. മുരളിച്ചേട്ടനാണെങ്കിൽ അതിലും സീനിയർ ആയിട്ട് ഉള്ള ഒരു റൈറ്ററാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഐ വുഡ് ജംപ് അറ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. But I think he works solo. നോർമലി കുറഞ്ഞ പോലെ നമ്മൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഓരോ ആദ്യം കഥാപാത്രങ്ങളായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. കഥാപാത്രങ്ങളുടെ യാത്രയിലൂടെ ആയിരിക്കും എഴുത്തുകാരൻ പോകുന്നത്. കഥാപാത്രം നയിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും ഒരു എഴുത്തുകാരൻ സഞ്ചരിക്കുന്നത് തന്നെ. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ അത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. നമ്മൾ എഴുതുന്ന കഥയായിരിക്കത്തില്ല ചിലപ്പം ടെക്നിക്കലി ഡിഫിക്കൽറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. അപ്പം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് എത്രത്തോളം ടഫാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്? സിനിമ ഒരുപാട് പേരുടെ ക്രിയേറ്റീവ് പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ എഴുത്ത് അതിന്റെ ബേസ് ആണെന്നിരിക്കെ ഇത് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റി അതിൽ ഇൻവോൾവ് ഉണ്ട്. അപ്പോൾ ഒരു യൂണിയൻ ഓഫ് തോട്ട്സ് ഉണ്ടായാലേ അല്ലെങ്കിൽ ഒരു പാരഡൈം സെറ്റ് കറക്റ്റ് ക്രിയേറ്റീവ് പാരഡൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു സിനിമയുടെ സക്സസ് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതിന് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ റൈറ്റർ എന്നുള്ള നിലയിൽ. അത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആക്കാറുണ്ട്. ഡയറക്ടറായിട്ടും എൻ്റെ ഓരോ ആക്ടേഴ്സായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്. ദൈവമായാലും അപ്പാനി ആയാലും ശാന്തി ആയാലും നമ്മുടെ സൂര്യനാരായണനായാലും വിദ്വത്സനായാലും എല്ലാവരും. കാരണം അവരോടൊപ്പം ചെലവഴിക്കുന്ന ഈ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ ബ്രീഫ് കൊടുക്കുമ്പോഴും എടുക്കുന്ന എഫേർട്ടിലാണ് ഈ സിനിമയുടെ വിജയം വിശ്വസിക്കുന്നതാണ് ഞാൻ. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ടറായിട്ടുള്ള ഇത്. അപ്പോൾ ഇതിനെല്ലാം ട്രൈങ് ടു മേക്ക് മൈ ആക്ടേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദർ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ആക്ടറായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ റൈറ്ററിനെ അവിടെ കൊണ്ടുവരാറില്ല. ആക്ടറായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് എൻ്റെയും പെർഫോമൻസ് ഞാൻ കാണുന്നത്. ഒരുപാട് മാറാനും ചില സമയങ്ങളിൽ ഷോർട്സ് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നത് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ ഞാൻ ഫുൾ ഗൈഡൻസ് എൻ്റെ ഡയറക്ടറിൻ്റെ കയ്യിലാണ് വാങ്ങാറുള്ളത്. അവിടെ ഞാനൊരു റൈറ്ററായിട്ട് ഇരിക്കുകയല്ല ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് എഫേർട്സ് ഉള്ളൊരു മേഖലയാണ്. ആര്യ സർ,
ഇവിടെ സാർ ഈ സൂര്യ മൂവി കറുപ്പില് ആര്യ സാർ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഒരു ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്തിരുന്നു, ബട്ട് ഫൈനൽ എഡിറ്റ് വരുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല. സോ ദാറ്റ്സ് വൈ റിമൂവ്. ബട്ട് അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ എന്നോട് ഡയറക്ടർ ബാലാജി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അത് വേണ്ട, നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു ആ പടത്തിൽ. സോ ഈ സെറ്റ് ഒരു ഫിലിമായിട്ട് വരുമ്പോൾ അത് കുറച്ച് വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞു. സോ ഇസ് ഇറ്റ് ഓക്കെ, നോ പ്രോബ്ലം, ആസ് ലോങ് ആസ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ഡിലീറ്റഡ് സീൻ ആയിട്ട് എനിക്ക് കാണാൻ പറ്റും. I think Balaji has to do it. നല്ല മരുന്നാന്ന് തോന്നി. അപ്പൊ പിന്നെ നമ്മള് കതിരെ കുറ്റി പോലെ ഇരുന്ന് കൊടുത്താൽ അവരത് ഇടിച്ച് നിറച്ച് കൊളുത്തി മുട്ടുള്ളൂ. അതുപോലെയാണ് നമുക്ക് ചെയ്യാൻ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അത്രയും നന്നായിട്ട് GN കൃഷ്ണകുമാരൊക്കെ ഒരുപാട് സമയമെടുത്താ ചെയ്യുന്നത്. അദ്ദേഹം മിക്കവാറും സീനിലേക്ക് നമ്മളോട് അഭിനയിക്കാൻ കൂട്ടത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പാണ്. അപ്പം മുരളി സാറെ കാണും. ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് മുരളി സാറിന്റെ മുഖത്തേക്ക് നോക്കും, അദ്ദേഹം വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും വശക്കേട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുഖലക്ഷണമൊക്കെ ചിലപ്പം GN അറിയായിരിക്കും, പിന്നെ ഒന്നും അടിപ്പിക്കും. അങ്ങനെ അത് നന്നാക്കിക്കോളും. അത് അത്രയും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് വിശ്വാസമുള്ള ഗ്രൂപ്പാണെങ്കിൽ അത് വിഷയമല്ല. അത് നേരത്തെ പറയുന്ന ദിവസം ആരെയും നമുക്ക് പറ്റിക്കാതെ വേറെ കമ്മിറ്റ് ചെയ്യാൻ നിൽക്കാമല്ലോ. അതുകൊണ്ട് വിശ്വാസമുള്ളതുകൊണ്ട് നിന്നതാണ്. എനിക്ക് പിന്നെ അവർ നല്ല ക്യാരക്ടർ കിട്ടുകയല്ലേ ബുദ്ധിമുട്ട്. സിനിമ പലതും പല കഥാപാത്രങ്ങൾ കിട്ടും, പക്ഷേ ഇതേപോലെ എല്ലാവർക്കും നമുക്കും ഒന്ന് ഓർത്ത് കിടന്ന് ഒന്ന് ആലോചിച്ച് രസിക്കാൻ പറ്റുന്ന കഥാപാത്രത്തിന് വേണ്ടി ആകുമ്പോൾ അങ്ങനെ നിൽക്കുന്നതിന് ഉത്സാഹമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് മലയാളം നമുക്ക് വഴങ്ങുന്ന പോലെ തമിഴ് വഴങ്ങിയില്ലെങ്കിൽ റിയാക്ഷനൊക്കെ തെറ്റിപ്പോവും. അത് പേടിയാണ്. അതുകൊണ്ടാണ് അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. അപ്പോൾ 25th എന്തായാലും സിനിമ കാണുമ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് നോക്കാം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ജാക്സൺ എന്നൊരു കഥാപാത്രം ഞാൻ പറഞ്ഞതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും ഈ സിനിമ കഴിയുമ്പോൾ അപ്പാനി എന്നുള്ള പേര് മാറി ജാക്സൺ എന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ആര്യ സാർ മലയാളത്തിൽ ഫുൾ ലെങ്തിലെ ഹീറോ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മലയാളം ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് വൈസ് എങ്ങനെയുണ്ടായിരുന്നു? കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആയാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ? അത് മുമ്പ് പറഞ്ഞ പോലെ മലയാളത്തിൽ അഭിനയിച്ചാലും എൻ്റെ ഡയലോഗ്സ് ഒക്കെ തമിഴിലായിരുന്നു. പക്ഷെ മുരളി സാർ വന്നിട്ട് ഇപ്പോൾ പടത്തിൽ മെയിനായിട്ട് ഡയലോഗ്സ് ആണ് മെയിൻ. ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൽ കുറേ മീനിങ്ങൾ ഉണ്ടാവും, കുറേ നല്ല ഹാർഡ് ഹീറ്റിംഗ് ഡയലോഗ്സ് ഉണ്ട്. സോ ബട്ട് എൻ്റെ ക്യാരക്ടർ സംസാരിക്കുമ്പം ആ ഡയലോഗ്സ് ഒക്കെ തമിഴിലാണ് സംസാരിക്കുന്നത്. ബട്ട് മുരളി സാർ വന്നിട്ട് ആ ഡയലോഗ്സ് മലയാളത്തിൽ എഴുതിയിട്ട് അതേ ഇൻറ്റൻസിറ്റിയും അതേ പവർഫുൾ മീനിങ്ങും അതേ മോഡുലേഷൻ അതേ ഇതിന് വേണം എനിക്ക് തമിഴിൽ വരുമ്പോൾ. സോ കുറേ ഡയലോഗ് ഐ തിങ്ക് മുരളി സാർ തന്നെ തമിഴിൽ എഴുതി. ദെൻ വി ഹാഡ് എ തമിഴ് റൈറ്റർ. സോ ആ തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹി വാസ് വെരി പെർട്ടിക്കുലർ. ഞാൻ മലയാളത്തിൽ പറയുന്ന ആ മീനിങ് വരുന്നുണ്ടോ, ആ ഇമോഷൻ വരുന്നുണ്ടോ, ആ ഇൻറ്റൻസിറ്റി വരുന്നുണ്ടോ. സോ ഐ തിങ്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അത്രയും ഒരു ഇൻറ്റൻസ് ആയ ഡയലോഗ്സ് ഒക്കെ നമ്മൾ മറ്റുള്ള ലാംഗ്വേജ് ഇറ്റ്സ് നോട്ട് ഈസി ടു ട്രാൻസ്ലേറ്റ്. ചെറിയൊരു ട്രാൻസ്ലേഷനിൽ ആ തമിഴിൽ പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറിപ്പോകും. സോ വെരി കെയർഫുൾ ആയിട്ട് ആ മൂഡും ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള തമിഴാണ് ഈ പടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അഞ്ജലി, എങ്ങനെ മുരളിച്ചേട്ടൻ ഒരു ഭയങ്കരമായ ഡയലോഗുകളൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നത് പറ്റൊന്നും പറഞ്ഞില്ല.
തങ്കണ്ണന്റെ ചന്ദ്രികയെ വളരെ സ്വീറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഞാൻ ശരിക്കും ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു കഥാപാത്രമാണ്. മോറോവർ ദാറ്റ് ഇപ്പം തമിഴിലെ ഏറ്റവും ഒടുവിൽ ചെയ്ത ചിത്രവും അല്ലെങ്കിൽ റിലീസായ ചിത്രം ചിത്തയാണ്. സോ ചിത്തയ്ക്ക് ശേഷം തമിഴിൽ ഇത്രയും നല്ലൊരു ക്യാൻവാസിലുള്ള അനന്തൻ കാട് ചെന്നെത്തുമ്പം അതിനൊരു ഭാഗവത്താവുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ ഹാപ്പി ടു ബി ദാറ്റ് ടീം. അതുപോലത്തെ ഒരു ജോണറാണോ ശരിക്കും സിനിമ? അതായത് വിടുതലൈ മൂവി പോലെയൊക്കെ നാട്ടിലെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ കാടായിരുന്നു എന്ന് പറയുന്നു, അസ്സലം പിടിക്കുന്ന അതുപോലത്തെയുള്ള ഒരു ജോണർ തന്നെയാണോ ഈ സിനിമ? അല്ലല്ല, അങ്ങനെയല്ല. പൊളിറ്റിക്സ് അതിന്റെ പാർട്ടാണെന്ന് മാത്രം. മുരളി സർ, ഇന്ദ്രൻസേട്ടനെ പറ്റി എല്ലാവരും പറയുകയുണ്ടായി. 100ഓളം സിനിമകളിൽ തുന്നിയെടുത്ത ജീവിതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഒരു ജേർണിനെ നോക്കിക്കാണുന്നത് സാറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരാളാണ് ഇന്ദ്രൻസേട്ടൻ. എനിക്ക് ഒരു ആത്മബന്ധമുള്ള ആളാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ നമ്മളൊക്കെ സിനിമ കാണുന്നതിന് മുമ്പ് സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം സിനിമയുടെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യം. അതൊരു ട്രിലജി ആണല്ലോ, ലൂസിഫർ ഒരു ട്രിലജിയാണ്. അതുകൊണ്ട് അത് അസ്രായേൽ കാണാം. Ajrish bro. Hello. Yeah, first of all, welcome to Malayalam. Thank you. My question is, how was your experience in Malayalam film industry? It's very nice. It's very different. The approach വന്നിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടേക്കും ഇവിടേക്കും ഞാൻ എല്ലാ തെലുങ്കിലും തമിഴ് കന്നഡത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളം അപ്രോച്ച് ഐ ഫീൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. എവറിബഡി ഒരു ഇൻ ഡെപ്തിൽ പോവും ഒരു സീൻ അപ്രോച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. ആസ് ഐ ടോൾഡ് ഫസ്റ്റ് വാക്ക് പറഞ്ഞത് എനിക്ക് ബഹളം വേണ്ടാന്ന് പറഞ്ഞു. ദാറ്റ് വാസ് മോസ്റ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ ദ കോമൺ എപ്പോഴും വന്നിട്ട് സാർ ഇങ്ങനെ കുറച്ച് ലിഫ്റ്റ് ആകണം, എനിക്ക് കുറച്ച് ലെവൽ വേണം ചൊല്ലും. ദിസ് ഈസ് വാട്ട് ദേ ടെൽ. But here it was quite opposite. That really I appreciate that. We need all the ingredients properly served into the film. So that's what I liked about working with Krishna sir. ഡയറക്ടറാണ് ഈ മുരളീച്ചേട്ടൻ്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. ഡയലോഗിലായാലും കഥകളിലായാലും. അത് ആര്യ എന്ന് പറഞ്ഞൊരു ഹീറോയിനെ, തമിഴ് ഹീറോയിനെ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഏത് ഇതിലാണ് തോന്നിയത് എന്നാണ് ചോദ്യം. അതായത് ഇത്രയും ആക്ടേഴ്സ് മലയാളത്തിലുണ്ട്. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. എന്തുകൊണ്ട് മുരളീച്ചേട്ടൻ എഴുതുന്ന സംഭാഷണങ്ങളായാലും കഥയായാലും ശരി മലയാളത്തിലാണ് ഉള്ള ഒരാൾക്കാണ് കൂടുതൽ മനസ്സിലാവുക. എന്തുകൊണ്ട് ആര്യനെ ചൂസ് ചെയ്തു എന്നാണ് ചോദ്യം. ഈ സിനിമയിൽ ആ കഥാപാത്രം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ആര്യ സാറിലേക്ക് പോയതാണ്. പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആര്യ സാറിൽ ഓക്കെ ആയിരിക്കും വെച്ചിട്ട് പോയത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും 25-ാം തീയതി പടം ഇറങ്ങുകയാണ്. അപ്പൊ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് മലയാള സിനിമയിൽ നല്ല നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അനന്തങ്ങാട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പം കാണാൻ വരുന്ന പ്രേക്ഷകരോട്, അനന്തങ്ങാട് കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇതൊരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ സിനിമയാണ്. ഒരുപാട് അങ്ങനെയുള്ള സീക്വൻസുകളുണ്ട്. അപ്പൊ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സിനിമയുടെ കണ്ടന്റിനപ്പുറം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. OTTക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്തത്, തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. തീർച്ചയായും വലിയൊരു വിജയമാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങൾ പാർട്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു.